ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് +2 ബോട്ടണിയിൽ നിന്ന് 1 മാർക്ക് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. നിങ്ങളിപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ടെക്സ്റ്റ് ഒന്നും റീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 9 ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പഠിച്ചു പോവുക. കാരണം കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഈ ഒരു 9 ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് സമയമില്ലെങ്കിൽ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതൊരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാം, അതാണല്ലോ പ്രെഡിക്ഷൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ നേരമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയം? മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ അല്ലെങ്കിൽ CS ഓഫ് ആന്ത്ര് നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, അഥവാ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും ഉള്ളിൽ അടയാളപ്പെടുത്തുന്ന ലെയർ ഏതാണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഈസി, നമുക്കറിയാം ടപ്പീറ്റമാണ്. എന്താണ്? ടപ്പീറ്റമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഈസ് എക്സൈൻ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. പൊള്ളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സൈൻ ആണ്. അപ്പോൾ എക്സൈനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. പൊള്ളൻ ഗ്രെയിനിന് 2 പാർട്സാണ് മെയിനായിട്ടുള്ളത്, 2 ലെയേഴ്സാണുള്ളത്, എക്സൈനും ഇൻറ്റൈനും. ഇതിൽ എക്സൈൻ എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ, വിച്ച് ഈസ് വെരി ഹാർഡ്. അത് നല്ല ഹാർഡായിട്ടുള്ള ഒരു ലെയറാണ്. വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ ഓർഗാനിക് മെറ്റീരിയൽ. ഒരു ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അവിടെ എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അതിലേക്ക് വരുന്നേക്കാൾ മുന്നേ കുറച്ചുകൂടി പോയിന്റ്സ് പറഞ്ഞുതരാം. എക്സൈൻ എന്ന് പറയുന്നത് ഏതൊരു ഹാർഷ് സിറ്റുവേഷനിലും എന്ത് ചെയ്യും? സർവൈവ് ചെയ്യുന്ന ഒരു ലെയറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാ ലിവിങ് കണ്ടീഷനിലും സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നല്ല കഠിനമായിട്ടുള്ള ചൂടാണ് എന്നുണ്ടെങ്കിൽ അതിൽ വരെ അതിനെ എന്ത് ചെയ്യാം? സർവൈവ് ചെയ്യാം. എന്നിട്ട് ഡെവലപ്പിംഗ് പൊള്ളൻ ഗ്രെയിനിനെ സംരക്ഷിക്കുകയാണ് ഔട്ടർ ലെയർ ചെയ്യുന്നത്. അതാണ് എക്സൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താണ്? സ്പോറോ പൊള്ളനിനാണത്. ഓക്കെ, സ്പോറോ പൊള്ളനിൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദി ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേം? നമ്മൾ കഴിഞ്ഞ തവണ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെ ഒരു പക്ഷേ ഇത് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻജിയോസ്പേമിൻ്റെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ആൻജിയോസ്പേമിൻ്റെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വാക്കായിരിക്കും, വിച്ച് ഈസ് എംബ്രിയോസാക്ക്. ഈ ഒരു ചാപ്റ്ററിൽ കുറേ വട്ടം സീഡിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ഈസ് കോൾഡ് ആസ്. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസിനെ വിളിക്കുന്ന പേരാണ്. വളരെ സിമ്പിളാണ്, അതിൽ തന്നെ അതിന് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള പേര് പെരിസ്പേം. എന്താണ്? പെരിസ്പേം. നെക്സ്റ്റ് വൺ, നെയിം ദി ഫ്രൂട്ട് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇതൊരു പക്ഷേ ചാപ്റ്റർ കുറച്ചെങ്കിലും അറിയുന്നവർക്കും അല്ലെങ്കിൽ +1 കുറച്ച് കേട്ടവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇതിനുള്ള ഉത്തരം. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിനെ വിളിക്കുന്ന പേര്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്നാണ് അതിന് പറയുക. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഇനി ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോ കാർപ്പി. എന്താണ്? പാർത്തനോ കാർപ്പി. ഇനി നെക്സ്റ്റ് വൺ, നെയിം ദി സിംഗിൾ കോട്ടിലിഡൻ ഓഫ് മോണോകോട്ടിലിഡൻ. മോണോകോട്ടിലിഡൻ്റെ സിംഗിൾ കോട്ടിലിഡനെ വിളിക്കുന്ന പേരാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ തവണയും പഠിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് സ്ക്യൂട്ടെല്ലം. അതാണത്. സ്ക്യൂട്ടെല്ലമാണ് സിംഗിൾ കോട്ടിലിഡൻ ഓഫ് മോണോകോട്ടിലിഡൻ. ഇനി നെക്സ്റ്റ് വൺ, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ശ്രദ്ധിക്കാം. ഇൻറ്റൈൻ ഈസ് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതാണ് അതിൻ്റെ മീനിങ്. ഇൻറ്റൈൻ ഈസ് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അങ്ങനെയാണെങ്കിൽ എക്സൈൻ എന്ന് പറയുന്നത് എന്ത് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എക്സൈൻ ഈസ് മെയ്ഡപ്പ് ഓഫ് സ്പോറോ പൊള്ളനിൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. വിച്ച് ഈസ് ദി പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ഒവ്യൂൾ? ഒവ്യൂളിൻ്റെ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒവ്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ്. അതിൻ്റെ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഏതാണ്? കുറേ തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻറ്റർഗ്മെൻസ്. ഇൻറ്റർഗ്മെൻസ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഓക്കെ, ഇൻറ്റർഗ്മെൻസ് എന്നാണ് അതിനെ വിളിക്കുന്ന ടേം. ഓക്കെ, നെക്സ്റ്റ് വൺ, അതിൽ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഒവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദി പ്ലാസൻഡ.
ഒവ്യൂൾ എവിടേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? പ്ലാസൻറ്റയിലേക്കാണ്. ബൈ എ സ്റ്റോക്ക്, ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്വിഷൻ ലൈക്ക് പാർട്ട് അല്ലേ, അതിലേക്ക് ഒരു ലോങ് സ്റ്റോക്ക് വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിച്ചിട്ടുള്ള പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടൊരു പേരാണ് ഫ്യൂണിക്കിൾ. എന്താണ്? ഫ്യൂണിക്കിൾ. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നെയിം ദി ഇവൻറ്റ്സ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഇവൻറ്റ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇറ്റ് ഈസ് സിൻഗാമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. രണ്ട് പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്, സിൻഗാമിയും ട്രിപ്പിൾ ഫ്യൂഷനും. അപ്പോൾ ഇത്രയും 9 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.